അയ്യോ അയ്യോ കടിക്കില്ലേ. ഇത് നമ്മൾ ഇന്നലെ രക്ഷിച്ച ജീവന്റെ കഥയാണ് കേട്ടോ. ഇന്നലെ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു കോളായിരുന്നു. കിണറിലാണെന്ന് കേൾക്കുമ്പോൾ പിന്നെ നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടില്ല. ഞാൻ അവിടെ പോയി, കുറ്റിപ്പുറത്തായിരുന്നു ഈ സംഭവം. അവിടെ പോയപ്പോൾ ഉപയോഗശൂന്യമായിട്ടാണ്, അതായത് മാലിന്യം നിറഞ്ഞ് ദുർഗന്ധം സഹിക്കാൻ വയ്യാത്ത ഒരു കിണർ കിണർ തൂർത്തതായിരുന്നു. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഇത്രയും ആൾമറയുണ്ട്. ഈ നായ എങ്ങനെ വീണെന്ന് അറിയില്ല. മുകളിലത്തെ കാഴ്ചയിൽ തന്നെ വീണതിൽ എന്തോ പറ്റിയോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്നിട്ടോ അത്ര ഒരു നിസ്സഹാവസ്ഥയിലാണ് നായ കിടക്കുന്നത്. വിളിച്ചാലോ നമ്മൾ തട്ടിയാലോ ഉറുമ്പരിക്കുന്നത് പോലും അതിൻ്റെ മുഖത്തിലൂടെ ഉറുമ്പരിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്, ഇണങ്ങുന്നില്ല. അപ്പോൾ എനിക്ക് ടെൻഷനായി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുന്നു. പിന്നീട് ഇറങ്ങി തന്നെ നോക്കി, ആളെ പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ വിചാരിച്ച പോലെയല്ല, ആൾ പേടിച്ചിട്ട് ആ ഭയം കൊണ്ട് അങ്ങനെ താഴ്ന്നിരിക്കുകയായിരുന്നു കേട്ടോ. ചുറ്റിലും വള്ളിപ്പടർപ്പുകൾ നിറഞ്ഞ വല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഏറെ സന്തോഷം തോന്നിയത് എന്താണെന്ന് അറിയാം, അവിടെ കുറച്ച് മനുഷ്യരുണ്ടായി. ഒരു 3 വ്യക്തികൾ എന്നെ സഹായിക്കാനുണ്ടായിരുന്നു. ഒന്ന് കാഴ്ചയ്ക്ക് കുറച്ച് കുറവുള്ള ഒരു ഏട്ടനുണ്ടായിരുന്നു, ഒരു സഹോദരൻ, ഒന്ന് വേറൊരു ചേച്ചിക്കും ശാരീരികമായിട്ട് അസ്വസ്ഥകളായിരുന്നു. ചേച്ചി എൻ്റെ വീഡിയോ കാണുന്ന ഒരാളാണ്. പിന്നെ അപ്പുറത്തൊരു കുട്ടി വാടകയ്ക്ക് താമസിക്കുന്നു. ഇവരെല്ലാവരും ഒരു വാടക ഹോട്ടലിൽ താമസിക്കുന്ന അവിടുത്തെ അംഗങ്ങളാണ് കേട്ടോ. പക്ഷെ ഇവരുടെയൊക്കെ ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് സ്നേഹം കൊണ്ടും ഇവരൊക്കെ വലിയ ഉയരങ്ങളിലാണ്. എന്തായാലും അവർക്ക് ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും, പ്രപഞ്ചം എല്ലാ ഇപ്പോൾ ഉള്ളതിനേക്കാൾ എല്ലാ ഭാഗ്യവും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധികളും അവർക്ക് നൽകട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് തന്നെയാണ് ഞാൻ അവിടുന്ന് മടങ്ങിയത്. കാരണം ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ എന്നോട് കൂടെ നിന്നിരുന്നു. ആളെന്നെ ഒരു വിധത്തിൽ ഞാൻ മുകളിലേക്ക് കയറ്റി. പിന്നെ ആ കേബിളൊന്നും അഴിക്കാൻ കുറച്ച് പാടുപെട്ടു. കാരണം താഴെ കിടക്കുന്ന ആളെല്ലാം മുകളിൽ എത്തിയപ്പോൾ ഭയം കൊണ്ട് തന്നെ പിന്നെ പരിഭ്രമമായി ഓടി രക്ഷപ്പെടാനാണ് നോക്കിയത്. എന്തായാലും കടിക്കാൻ ആള് ഭയം കൊണ്ട് ശ്രമിച്ചെങ്കിലും കടിയൊന്നും കിട്ടിയില്ല. അപ്പോഴേക്കും നമ്മൾ നെറ്റ് ഇട്ടിട്ടു, ആ കേബിള് കട്ട് ചെയ്തു. അത് തന്നെ സന്തോഷം. മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു കർമ്മത്തിൽ നിങ്ങൾക്കും ഒരു ഭാഗമാകാം. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിലും നമ്മളത് ചെയ്യുമ്പോൾ ഒരു സഹായമായി കൂടെ നിങ്ങൾക്ക് കഴിയും. കാരണം ഞാൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ആ നന്മയുടെ ഒരു ഭാഗം നിങ്ങളും ആവുകയാണ്. നമ്മൾ വീഡിയോ കാണുന്ന പുതിയ ഒരാളുകളാണ് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫോളോ ചെയ്തോളൂ കേട്ടോ. നിങ്ങളാൽ കഴിയുന്ന സപ്പോർട്ട് ഉണ്ടായ നിങ്ങളും ഈ നന്മയുടെ ഭാഗമാകും. ഒരുപാട് സന്തോഷം. ഇതുപോലെയുള്ള മിണ്ടാപ്രാണികളെ എന്താ പറയുക, നമ്മളോട് അവരുടെ വിഷമങ്ങൾ പറയാൻ, അവരുടെ അവസ്ഥകൾ പറയാൻ കഴിയാത്ത ഈ മിണ്ടാപ്രാണികൾക്ക് സപ്പോർട്ടായിട്ട്, അവർക്ക് സഹായമായിട്ട്, അവരുടെ കണ്ണീരൊപ്പം നമ്മൾ ചിലരെല്ലാം ഉണ്ടാവുള്ളൂ. നിങ്ങളാൽ കഴിയുന്നത് നിങ്ങൾക്കും ചെയ്യാം, ഓരോ ജീവന് വേണ്ടിയും. മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയുള്ള ഈ കർമ്മത്തിൽ നമുക്ക് ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. പിന്നെ ഒരു ഷെൽട്ടർ നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്നു. അതിനായി നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ സംഭാവനകളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നെങ്കിൽ ഇതിൽ ചെയ്യാട്ടോ.